ഇനി ശങ്കരമംഗലത്തുനിന്ന് എന്തു കൊണ്ടുവന്നാലും ആരുടെ കൈ കൊടുത്തു വിട്ടാലും അവിടെ ഒരു വേലക്കാരി പെണ്ണുണ്ടല്ലോ, എന്താ അവളുടെ പേര്? പങ്കജം. ആ, പങ്കജം ആണെങ്കിലും പങ്കജാക്ഷി ആണെങ്കിലും ആരെന്തു കൊണ്ടു തന്നാലും ഒന്നും മേടിക്കരുത്, മനസ്സിലായോ? ഇല്ല, ഞാൻ മേടിക്കത്തില്ല. ഇന്ന് തന്നെ ആ പായസം എടുത്ത് ഞാൻ കളഞ്ഞില്ലേ. വിപിന്റെ കയ്യിൽ അവര് കൊടുത്തു വിട്ടു. ഓ, എന്തൊരു ബുദ്ധിയാണെന്ന് ഓർത്തു നോക്കി. എന്നാൽ എന്നെ വിളിച്ചൊന്ന് പറയായിരുന്നില്ലേ? അത് ചെയ്തില്ല. നിപ്പി പായസം ഉണ്ടാക്കി അവന്റെ കയ്യിൽ കൊടുത്തു വിട്ടിരിക്കുന്നു. അപ്പൊ തന്നെ മനസ്സിലാകുമല്ലോ ഉള്ളിലിരിപ്പ്. ഇതിലെന്തോ ഒരു കെണിയുണ്ട്. ശങ്കരമംഗലമായിട്ടുള്ള ബന്ധത്തിന്റെ അവസാന ചരട് മുറിച്ചിട്ടാ ഞാൻ അന്ന് ഇറങ്ങി പോകുന്നത്. പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ട്. ഇനി സ്നേഹവും വേണ്ട, മധുരവും വേണ്ട. എല്ലാം അവിടെ ജനിക്കുന്ന കുഞ്ഞിന് കൊടുക്കട്ടെ. എല്ലാം അവിടെ ജനിക്കുന്ന കുഞ്ഞിന് വേണ്ടി അങ്ങ് വിട്ടുകൊടുക്കാൻ പറ്റുമോ? നിന്റെ അവകാശങ്ങൾ അവിടെ കിടക്കല്ലേ, അത് കണക്ക് പറഞ്ഞു വാങ്ങിക്കണം. വെറുതെ ഒന്നും പിടിക്കണ്ട, പതുക്കെ മതി. എന്തിനും ഈ ലക്ഷ്മിയമ്മ മോളുടെ കൂടെ ഉണ്ടാവും. ഹലോ. ആ, ഞാനേ കുതിരപ്പന്തിന്ന് വിജയലക്ഷ്മിയാ. ചേച്ചി, എന്താ ചേച്ചി ഇപ്പൊ വിളിച്ചേ? അനുക്കുട്ടിക്ക് എന്തെങ്കിലും? അനുക്കുട്ടിക്ക് എന്ത് കുഴപ്പം? അവള് നല്ല മിടുക്കിയായിട്ട് ഇരിപ്പുണ്ട്. സന്തോഷമല്ലാതെ വേറൊന്നും അനുക്കുട്ടിക്ക് ഇപ്പോഴില്ല. സത്യം പറഞ്ഞാലേ ഇത്രയും നിറഞ്ഞ ചിരിയോടെ ഞാൻ ആ കുട്ടിയെ കണ്ടിട്ടേയില്ല. ഇപ്പൊ കാണുമ്പോ എനിക്ക് ആ കുട്ടിക്ക് ഒരു ഉമ്മ കൊടുക്കാൻ തോന്നും. ചേച്ചി, അവൾക്ക് എന്നോടുള്ള ദേഷ്യം. ഓ, അതൊന്നും കാര്യമാക്കണ്ട. അവള് കൊച്ചല്ലേ. ഒന്നാമതേ പഠിച്ചു കളിച്ച് നടക്കേണ്ട പ്രായത്തിൽ അതിനെ പിടിച്ച് കെട്ടിച്ചു. അതിലെനിക്ക് നേരത്തെ ദേഷ്യമൊക്കെ തോന്നിയിരുന്നെങ്കിലും ഇപ്പോഴെനിക്ക് സന്തോഷമുള്ളൂ കേട്ടോ. എനിക്കൊരു മോളെ കിട്ടിയില്ലേ. അവൾ എവിടെയാണെങ്കിലും സന്തോഷായിട്ടിരിക്കുകയാണെന്ന് അറിഞ്ഞല്ലോ, അത് മതി ചേച്ചി എനിക്ക്. ചേച്ചി അവളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം, എന്നോട് ദേഷ്യമൊന്നും കാണിക്കരുതെന്ന്. എനിക്കത് താങ്ങാൻ പറ്റുന്നില്ല. ഞാൻ പറയുന്നുണ്ടെന്നേ. കുറച്ചു മുന്നേ ഞാൻ പറഞ്ഞു, ഒരു കൂടപ്പിറപ്പുണ്ടാകുന്നത് നല്ലതല്ലേ എപ്പോഴും. നാളെ അനുക്കുട്ടിയെ നോക്കാനും അനുക്കുട്ടിക്ക് നോക്കാനും ഒക്കെ ഒരാളുള്ളത് നല്ലതല്ലേ. രണ്ട് കുഞ്ഞുങ്ങളും ഒരുപോലെ ഒരുമിച്ച് വളരട്ടെ എന്നാ ഞാൻ പറയുന്നത്. ആ, പിന്നെ അറിയാലോ, അനുക്കുട്ടി പിടിവാശിക്കാരിയല്ലേ, അതങ്ങനെ നിൽക്കും. എന്തായാലും ചേച്ചി വിളിച്ചപ്പോ തന്നെ എനിക്ക് കുറച്ച് ആശ്വാസമായി. ഞാൻ വിളിച്ച അവള് ഫോൺ എടുക്കില്ല, എന്നെ കാണാനിട്ട് അവള് സമ്മതിക്കത്തുമില്ല. ഓ, അതൊക്കെ ഞാൻ മാറ്റിയെടുത്തോളാം. ഓ, ഇതൊക്കെ ഒരു സമയദോഷമാണെന്നേ, ഒക്കെ മാറും. നമ്മൾ അതിനെ സമചിത്തതയോടെ ക്ഷമയോടെ നേരിട്ടാ മാത്രം മതി. ഓ ചേച്ചി, എനിക്കറിയാം. എനിക്ക് അവളോട് ദേഷ്യപ്പെടാൻ പറ്റൂ? ഇല്ലല്ലോ, ഒരിക്കലും കഴിയില്ല. പിന്നെ ഞാൻ ഇപ്പൊ വിളിച്ചത് ഒരു കാര്യം അറിയാൻ വേണ്ടിയിട്ടാ. നമ്മള് മാത്രം അറിഞ്ഞാ മതി. എന്താ ചേച്ചി? സംഗീത ഹസ്ബൻഡിനോട് പറയുന്നു വേണ്ട. ഹസ്ബൻഡിനോട് പറയാതെ എന്താ ചേച്ചി കാര്യം? അത് മറ്റൊന്നുമല്ല, നിങ്ങളുടെ ഒരു കുടുംബ ജോത്സ്യനില്ലേ, എന്താ അയാളുടെ പേര്? ഭദ്രൻ തിരുമേനിയോ? അല്ല, രുദ്രൻ തിരുമേനി. ആ, രുദ്രൻ തിരുമേനി. മോള് പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന്റെ നമ്പർ ഒന്ന് തരുമോ? ഒന്ന് വിളിച്ച് സംസാരിക്കാന്. പറ്റിയാലൊന്ന് പോയി കാണുകയും ചെയ്യണം. കുടുംബത്തിൽ ഇങ്ങനെ തുടർച്ചയായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തുകൊണ്ടാണെന്ന് ഒന്ന് രാശി വെപ്പിച്ച് നോക്കാന്ന് കരുതിയ. അതിനെന്താ ചേച്ചി,
സന്തോഷമല്ലേ ഉള്ളൂ, തന്നേക്കാം. ഇതാണോ നന്ദേട്ടനോട് പറയണ്ടെന്ന് പറഞ്ഞത്? അത് വേറൊന്നും കൊണ്ടല്ല. നമ്മൾ പെണ്ണുങ്ങൾ തമ്മിൽ സംസാരിക്കുന്ന കാര്യം നമ്മൾ മാത്രം അറിഞ്ഞാ പോരെ. അല്ലെ നന്ദൻ എന്ത് വിചാരിക്കും? ഞാൻ ഭയങ്കര അന്ധവിശ്വാസിയും ജ്യോതിഷവും കൂടോത്രവും ഒക്കെ ആയിട്ട് നടക്കുകയാണെന്ന് ഓർക്കില്ലേ? ഏയ്, നന്ദേട്ടൻ അങ്ങനൊന്നും ഓർക്കില്ല. എന്നാലും പറയണ്ട. വേണ്ടെങ്കി വേണ്ട, ഇത് വലിയ മഹാരഹസ്യമൊന്നും അല്ലല്ലോ. ചേച്ചി, അനക്കുട്ടിയെ നന്നായിട്ട് നോക്കണേ. ഞാൻ അവൾക്ക് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിച്ച് എങ്ങനെങ്കിലും അവിടെ എത്തിക്കാം. അത് ചേച്ചി അവൾക്ക് കൊടുക്കണേ. കൊടുക്കാം, ഉറപ്പായിട്ടും കൊടുക്കാം. മതി ചേച്ചി, എനിക്ക് സന്തോഷായി. എന്നാ പിന്നെ ഞാൻ ഫോൺ വെച്ചേക്കട്ടെ. ആ തിരുമേനിയുടെ നമ്പറേ എന്റെ ഫോണിലേക്കൊന്ന് അയച്ചാ മതി. ശരി ചേച്ചി. മോളുമായിട്ട് അടുക്കാനുള്ള അമ്മയുടെ വെപ്രാളം അടുക്കത്തില്ല, അടുപ്പിക്കത്തുമില്ല ഈ ജന്മം. ആരായിരുന്നോ? കുതിരപ്പന്റെ വീട്ടിൽ നിന്ന് വിജയലക്ഷ്മി ചേച്ചിയായിരുന്നു. ചക്കിയുടെ പുതിയ അമ്മക്കുട്ടി അല്ലേ? ഞാനൊരു തമാശ പറഞ്ഞല്ലോ. തന്റെ സ്ഥാനത്ത് വേറെ ആരെയെങ്കിലും സങ്കല്പിക്കാൻ കഴിയുമോ? ആ, എന്തായിരുന്നു വിശേഷം? ഒന്നുമില്ല പ്രത്യേകിച്ച്. ഞാൻ 1-2 തവണ വിളിച്ചിരുന്നു. ചക്കയുടെ വിശേഷങ്ങളൊക്കെ അറിയണ്ടേ. മിസ്ഡ് കോള് കണ്ടു, അതുകൊണ്ട് തിരിച്ചു വിളിച്ചതാ. എന്തായാലും അവരുടെ അലിവ് കൊണ്ട് ചക്കിയുടെ വിശേഷങ്ങൾ അറിയാൻ പറ്റുന്നുണ്ടല്ലോ. എന്താണെങ്കിലും എവിടെയാണെങ്കിലും സുഖമായിട്ടിരുന്നാ മതി. വിപിൻ അവളെ പൊന്നുപോലെ നോക്കുന്നുണ്ട് നന്ദേട്ട. ഉള്ളം കയ്യിലാ കൊണ്ട് നടക്കുന്നത്. അവളുടെ ശാഠ്യങ്ങളും ദുശാഠ്യങ്ങളും പിടിവാശിയും പിണക്കവും പരിഭവവും ഒക്കെ നമുക്കറിയില്ലേ. നമ്മളതൊക്കെ സഹിക്കും. ഭർത്താവിന്റെ സ്ഥാനത്ത് നിന്ന് അയാളതൊക്കെ സഹിക്കാന്ന് പറഞ്ഞ് അവളെ എത്രമാത്രം വിപിൻ സ്നേഹിക്കുന്നുണ്ടാവും. ആ, ഇത് കേട്ടാത്തൊന്നും ഞാൻ തന്നെ സഹിക്കുന്നേ ഇല്ലാന്ന്. പിന്നെ ഞാനിവിടെ വാശിയും കാണിച്ച് മുഖം വീർപ്പിച്ചിരിക്കല്ലേ. വിപിൻ നമുക്കൊരു ഭാഗ്യമുള്ളൂ. ദൈവം നമുക്ക് തന്നൊരു മകൻ. ആ, ഇനി പിറക്കാൻ പോകുന്നത് മകനാണോ മകളാണോ എന്ന് ആർക്കറിയാം. ഒന്ന് പോകുന്നുണ്ട്. മോളുവാ. മോള് കരുതുന്നുണ്ടോ വെറും ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടിയാ അമ്മ ഇവിടെ മോളെ കൊണ്ട് വന്നതെന്ന്? അമ്പലത്തിൽ പിന്നെ പ്രാർത്ഥിക്കാനല്ലാതെ? പ്രാർത്ഥിക്കാൻ മാത്രമല്ല, വലിയൊരു കള്ളക്കഥയുടെ ചരടഴിക്കാൻ കൂടിയാ. കള്ളക്കഥയോ? എന്താ അമ്മ? മോളെ, നിന്നെ ശങ്കരമംഗലത്തുനിന്ന് ഒഴിവാക്കാൻ വേണ്ടി നിന്റെ അച്ഛനും അമ്മയും ചേർന്ന് നടത്തിയ ഒരു വലിയ കള്ളക്കഥയുടെ ചരടുകൾ ഇവിടെ അഴിയാൻ പോവാ. എന്നെ ഒഴിവാക്കാനോ? അതെ. ആ വീട്ടിൽ നീ ഇനി ഒരു അധികപ്പറ്റായിരിക്കും. സ്നേഹം വാരിക്കോരി ഉരുളി ഉരുട്ടി തന്നിട്ടേ അവർക്ക് അവരുടെ ജീവിതമായിരുന്നു വലുത്. അതിപ്പോ മനസ്സിലാവും എന്തിനാണ് 18ാമത്തെ വയസ്സിൽ നിന്റെ കല്യാണം ധൃതി പിടിച്ച് നടത്തിയതെന്ന്. അത് എന്റെ ജാതകത്തിൽ എന്തോ പ്രശ്നം. ജാതകവോ? കുന്തം, കോടച്ചക്രം. ജാതകം എഴുതി ഉണ്ടാക്കിയ ആളെ ഇങ്ങോട്ട് വരുന്നുണ്ട്.
ദാ വന്നല്ലോ. എന്തിനാ ഞാൻ അയാളുടെ ഫോൺ നമ്പർ മോളുടെ അമ്മയോട് ചോദിച്ചതെന്നറിയോ? ഇതൊന്ന് പൊളിക്കണായിരുന്നു. കാര്യം കാഴ്ചയിൽ വിജയലക്ഷ്മി വലിയ വില്ലത്തിയാ, പക്ഷേ എന്റെ ഉള്ളു പട്ടുപോലെയാ. അത് മനസ്സിലാക്കണം. ഇനി കേൾക്കാനുള്ളത് മോൾ അയാളുടെ നാവീന്ന് തന്നെ കേട്ടോ. എന്തിനമ്മേ തിരുമേനി ഇപ്പൊ ഇവിടെ? ഞാൻ പറഞ്ഞില്ലേ, നീ അറിയാത്ത കുറെ ചതികളുടെ കഥകൾ നീ ഇനി അറിയണം. അത് കേൾക്കേണ്ട നാവീന്ന് കേട്ടാലേ നീ വിശ്വസിക്കും, മനസ്സിലാക്കും. ചതിയുടെ കഥയോ? അതെ, കൊടും ചതിയുടെ കഥ. അല്ല തിരുമേനി, സുഖല്ലേ? സുഖാണ്. എങ്കി പിന്നെ ഏറ്റു പറയാനുള്ളത് ഏറ്റു പറഞ്ഞോളൂ. കുംഭസാരം അത് പള്ളിയിലാണെങ്കിലും അമ്പലത്തിലാണെങ്കിലും നല്ല കാര്യ. മോളെ, ഞാനൊരു തെറ്റ് ചെയ്തു. നിന്റെ തലക്കുറിയിൽ നിനക്ക് 18ാമത്തെ വയസ്സിൽ കല്യാണം നടന്നില്ലെങ്കിൽ വൈധവ്യ യോഗമെന്നും ദുരന്തമെന്നുമൊക്കെ ഞാൻ എഴുതി വച്ചതല്ല, എന്നെ കൊണ്ട് പറയിച്ചതാ. ആര് പറയിച്ചു? അത് മോളുടെ അച്ഛനും അമ്മയും. അത് എന്തിനാണെന്ന് എനിക്കറിയത്തില്ല. അവര് പറഞ്ഞതുപോലെ ഞാൻ ചെയ്തു. കുറച്ച് പണവും കിട്ടി. അങ്ങനെയാ മോളുടെ കല്യാണം നടന്നത്. ഓഹോ, അപ്പൊ ഇതാണല്ലേ ജ്യോതിഷവും നവഗ്രഹവും ശാസ്ത്രവും സത്യവും അല്ലേ? അങ്ങനെയല്ല, നന്ദൻ സാറ് പറഞ്ഞപ്പോ ചെയ്തു പോയി. അതിനെന്താ, നല്ലൊരു ജീവിതം മോൾക്ക് കിട്ടിയില്ലേ? ഓ, നിങ്ങൾ അതിന്റെ മേന്മയൊന്നും പറയണ്ട. ഇവൾക്ക് നല്ലൊരു ജീവിതം തന്നെ കിട്ടി. ഇവളിപ്പോ എന്റെ ചിറകിനടിയില്ല. എന്റെ പൊന്നു മോള, എന്റെ മോനെ ഇവളെ കെട്ടിയിരിക്കുന്നത്. മോളെ, ഇതിന്റെ പേരിൽ ഇനി ഒരു വഴക്കും ബഹളമൊന്നും ഉണ്ടാക്കരുത്. മോളുടെ അച്ഛനും അമ്മയും പറഞ്ഞതാണ് ഞാൻ ചെയ്തത്. അവർക്ക് മോളെ പെട്ടെന്ന് കെട്ടിച്ചു വിടണമായിരുന്നു. അതിന് ഇത്തരത്തിലൊരു തലക്കുറി ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. ഞാനത് ചെയ്തു കൊടുത്തു. അതെ അതെ, വയറ്റിപ്പിഴപ്പല്ലേ, എന്തും ചെയ്യും. എന്നാ പിന്നെ ചെല്ലു തിരുമേനി. ഇത് നിങ്ങളുടെ വായിന്ന് തന്നെ എന്റെ മോള് കേൾക്കണമായിരുന്നു. അതുകൊണ്ടാ ഞാൻ വരാൻ പറഞ്ഞത്. മോള് പോയി തൊഴുതോ. ഇയാളെ 2 പറഞ്ഞിട്ട് ഞാൻ വരാം. അമ്മ, മോള് ചെല്ല്. കൊള്ളാം തിരുമേനി, ഞാൻ പറഞ്ഞതുപോലെ തന്നെ അഭിനയിച്ചു. നന്നായി. എന്റെ മോളുടെ വേളിയ അടുത്ത ആഴ്ച. ഒരു പൈസയും കയ്യിലില്ല. നന്ദനോട് ചോദിച്ചാൽ തരും, പക്ഷേ വിളിക്കാനൊരു മടി. സഹായിക്കാവുന്ന കാലത്തൊക്കെ സാർ സഹായിച്ചു. അതിനെന്താ, ഇപ്പൊ ഞാൻ സഹായിക്കല്ലേ. ഞാൻ പറഞ്ഞതുപോലെ തന്നെ തിരുമേനി പറഞ്ഞു. നന്നായി. അമ്മയ്ക്കും മകൾക്കും ഇടയിലുള്ള അകലം കൂട്ടുക, അത് തന്നെയായിരുന്നു എന്റെ ലക്ഷ്യവും. ഇനി നമ്മൾ തമ്മിൽ കാണില്ല. ഇനി തിരുമേനി ഈ കഥയുടെ നെഞ്ചത്ത് വന്ന് രാശി വെക്കണ്ട.
മനസ്സിലായല്ലോ? പണം അത് പോട്ടെ. തിരുമേനി തിരിച്ചു വരുന്നത് പക്ഷേ പകവീട്ടലിനായിരിക്കരുത്. എന്നാലേ തിരുമേനി പൊയ്ക്കോ. ഞാൻ എന്റെ മരുമോളെ ഒന്ന് സ്നേഹിച്ചോട്ടെ. എന്നാലും എന്റെ മോളെ, നിന്റെ വീട്ടുകാരെ പറ്റി ഓർക്കുമ്പോ എനിക്ക് അതിശയം തോന്നുക. പുറമേ എന്തൊരു സ്നേഹം, പക്ഷെ ഇപ്പൊ കാണിച്ചത് കണ്ടില്ലേ? 18 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പൊടിക്കൊച്ചിനെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാനായിട്ട് ഒരു ജോൾസിനെ കൊണ്ട് കള്ളം പറയിച്ചിരിക്കുന്നു. അപ്പൊ ആ വീട്ടിൽ നീ എത്രമാത്രം അവർക്ക് വേണ്ടാത്തവളായിരുന്നു എന്ന് നീയൊന്ന് ചിന്തിച്ചു നോക്കിയേ. പക്ഷെ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ഒരു കാര്യവും എനിക്ക് ആ വീട്ടിലുണ്ടായിട്ടില്ല. എന്നോട് വലിയ ഇഷ്ടമായിരുന്നു. നിലത്തും താഴെയും വെക്കാതെ എന്നെ വളർത്തിയത്. നിലത്തും താഴെയും വെക്കാതെ വളർത്തിയെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അവസാനം എറിഞ്ഞു ഉടച്ചില്ലേ? എന്നെ കെട്ടിച്ചു വിട്ടതിലൊന്നും എനിക്ക് സങ്കടമില്ലമ്മ. അമ്മയെപ്പോലൊരു നല്ല അമ്മ എനിക്ക് കിട്ടിയില്ലേ? വിപിൻചേട്ടനെ കിട്ടിയില്ലേ? ഇവിടുത്തെ അച്ഛനെ കിട്ടിയില്ലേ? കുതിരപ്പന്തി തറവാട്ടിലേക്ക് എനിക്ക് വരാൻ പറ്റിയില്ലേ? അത് നേരെ. മോളുടെ ജാതകത്തില് എന്തോ ഒരു ഭാഗ്യമുണ്ട്. അതുകൊണ്ടാ മോൾക്ക് കുതിരപ്പന്തി വീട്ടിൽ വന്ന് കേറാൻ പറ്റിയത്. എന്നാലും മോളുടെ അമ്മയെന്ന് പറയുന്ന ആളെ പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കി. അവർക്ക് വേണ്ടാതെ ജനിച്ചുപോയ ഒരു കുട്ടിയാ നീ. അവരാഗ്രഹിച്ച കുട്ടി ഇപ്പൊ വരുന്നു. നിന്നെ എങ്ങനെയെങ്കിലും വീട്ടിൽ നിന്ന് ഇറക്കി വിടണം. അതിന് ജോൾസിനെ കൊണ്ട് ഒരു കള്ളക്കഥ മെനഞ്ഞ് 18-ാം വയസ്സിൽ തന്നെ കല്യാണം നടത്തി. ഓ എന്റെ ഈശ്വരാ, എന്റെ ഈ പാവം കുട്ടി ഏതെങ്കിലും ഒരു മോശം വീട്ടിലാ ചെന്ന് കയറിയിരുന്നെങ്കിലോ? ഒന്ന് ഓർത്തു നോക്കി. കരഞ്ഞു കരഞ്ഞ് നിന്റെ ജീവിതം തീർന്നേനെ. ഓർത്തു നോക്കിയേ, കല്യാണ ദിവസം തന്നെ വിപിയെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തോണ്ട് പോയി. അത് കഴിഞ്ഞ് എത്ര തവണ പോലീസ് നമ്മുടെ വീട്ടിൽ വന്നു. അവൻ കുത്തുകൊണ്ട് മരണത്തോട് മല്ലിട്ട് ഹോസ്പിറ്റലിൽ കിടന്നു. എന്നിട്ടും കുറച്ചു വഴക്ക് പറഞ്ഞിട്ടുണ്ടെന്നല്ലാതെ ഈ അമ്മ മോളെ ഉപേക്ഷിച്ചോ? ഇല്ലല്ലോ. എനിക്കറിയാമേ, നമ്മൾ നമ്മുടെ ഒപ്പം ഉണ്ടെന്ന് കരുതുന്നവരൊന്നും നമുക്കൊരു പ്രശ്നം വരുമ്പോ കാണത്തില്ല. നിന്റെ അച്ഛനും അമ്മയും അല്ല, നിന്റെ അച്ഛയും അമ്മക്കുട്ടി അവര് ചടങ്ങ് തീർക്കും പോലെ വന്നു, നിന്നെ കണ്ടു, പോയി. എന്നാ ഈ പ്രശ്നമൊക്കെ നടക്കുമ്പോ നിന്നെ ഒന്ന് ആശ്വസിപ്പിക്കാനോ ശങ്കരമംഗലത്ത് കൊണ്ട് നിർത്താനോ ഒന്നും അവര് ശ്രമിച്ചില്ല. നീയും വിപിനും കൂടെ യാത്ര പോയപ്പോ അവരും ടൂറ് നടത്തി. അതും പ്രായമായ അമ്മയെ ഏതോ ബന്ധുവീട്ടിൽ കൊണ്ടുപോയി നിർത്തിയിട്ട്. എന്നിട്ട് പറഞ്ഞതെന്താ? തീർത്ഥാടനമാണെന്ന്. എന്ത് തീർത്ഥാടനം? തീർത്ഥാടനത്തിനിടയിൽ ദൈവം പ്രത്യക്ഷപ്പെട്ട് ഒരു വരം നൽകി. അതാ ഇപ്പൊ നിന്റെ അമ്മയുടെ വയറ്റിലുള്ളത്. അമ്മ ഇനി അതൊന്നും പറയണ്ട. ഓർക്കും തോറും എനിക്ക് ഭ്രാന്ത് പിടിക്കും. ഞാനൊന്നും പറയുന്നില്ല.